ഹായ് ഫ്രണ്ട്സ്, 2021 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മെയിൻ എക്സാമിൻ്റെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക് പാർട്ടുകളായിട്ട് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് 61 മുതൽ 70 വരെയുള്ള ഇംഗ്ലീഷ് പാർട്ടിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ എത്രത്തോളം ഡീപ്പായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യം നമുക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ഇവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ആണെങ്കിലും മെയിനായിട്ട് 2 സെഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഗ്രാമർ ഭാഗമുണ്ട്, അതേപോലെ വൊക്കാബുലറി ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഗ്രാമർ ഭാഗത്തു നിന്ന് ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെയാണ് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പകുതിയായിട്ടാണ് 10 ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 61 ഗ്രാമർ പാർട്ടാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഓക്കെ, ടോപ്പിക്ക് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയും. പിന്നെ 62ാമത്തെ ആർട്ടിക്കിൾ ഗ്രാമർ ഭാഗമാണ്. 63 ഉണ്ടാകുന്ന റിപ്പോർട്ടർ സ്പീച്ച് ഗ്രാമർ ഭാഗമാണ്. 64 പാസീവ് ആക്റ്റീവ് പാസീവ് ഗ്രാമർ ഭാഗമാണ്. 65 എന്താ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഗ്രാമർ ഭാഗമാണ്. ഇനി ആ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന നോക്കുക നിങ്ങൾ. അടുത്തത് സ്പെല്ലിംഗ് ടെസ്റ്റാണ്, സ്പെല്ലിങ്ങിൻ്റെത്. ഇത് ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ ഏകദേശം എന്താണ് വൊക്കാബുലറി, അതായത് മീനിങ്, അതുപോലെ ബന്ധപ്പെട്ട വേർഡുമായിട്ട് മീനിങ്ങായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളാണ്. സ്പെല്ലിംഗ് കറക്ഷൻ. പിന്നെ ഉള്ളത് ഇതിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനുശേഷം വന്നിരിക്കുന്നത് ഇഡിയം. അതിനുശേഷം വന്നിരിക്കുന്നത് ഓക്കെ വേർഡ് മീനിങ്, സിമിലാർ വേർഡ്സ് ആണ്, സിമിലാർ വേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്. അതേപോലെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണെന്നുള്ള. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ മുന്നേ ചോദിച്ച ഒരു ടൈപ്പ് കേട്ടോ. ഇതിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ 62 ഏകദേശം കോമൺ ആണ്, നമ്മൾ അറിയാം, പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ആൾക്ക് കിട്ടുന്നതാണ് 62ാമത്തെ ക്വസ്റ്റ്യൻ. പാസീവ് ആക്റ്റീവ് ഒക്കെ ഇത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്പെല്ലിംഗ് അതേപോലെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഡിയം. ഇത് ഇടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇടയ്ക്ക് എന്താണ് ഫ്രഷ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്നെങ്കിൽ റാങ്ക് ഫയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഭാഗം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കിട്ടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് വന്നതെന്നുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഫില്ല് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. നോക്കി, എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഡാഷ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. ഇവിടെ ഞങ്ങൾക്കറിയാം, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിന് കണക്കായിട്ടുള്ള വെർബ് നമ്മൾ എഴുതി കൊടുക്കണം. ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നാണ് കേട്ടോ. നമ്മൾ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ഇതിൻ്റെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അതാണ് വരുന്നത്. ഇതിൽ ആൻഡ് വെച്ചിട്ട് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ, ഓക്കെ, ആൻഡ് വെച്ചിട്ട് വെറും ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും, വെർബ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാധ ആൻഡ് രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് എന്തായിരിക്കും, ആർ. ഓക്കെ, അത് പ്ലൂറലായിരിക്കും. പിന്നെ അത് 2 സിംഗുലർ വെർബ് ആണെങ്കിൽ. ഇവിടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇതിൻ്റെ മുമ്പായിട്ട് എവരി എന്നുള്ളൊരു വേർഡ് വന്നു. അതേപോലെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയും ഈച്ച്, എവരി, നോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മുന്നിൽ വരുവാണെങ്കിൽ വെർബ് എന്തായിട്ട് മാറും, അത് സിംഗുലർ വെർബിലേക്ക് മാറും. നമ്മൾ പഠിച്ചു ആൻഡ് മാത്രമായിരുന്നെങ്കിൽ എന്തായിരുന്നു, പ്ലൂറലായിരുന്നു. പക്ഷേങ്കിൽ ഇതിൻ്റെ മുമ്പിൽ ഏത് വന്നതുകൊണ്ട് ഈച്ച്, എവരി, നോ ഇത് വന്നതുകൊണ്ട് വെർബ് എന്തായിട്ട് പോയി, സിംഗുലറായിട്ട് പോയി. ഇതിൽ ഓപ്ഷനിൽ നിങ്ങൾ നോക്കി, ഇതിലെ ഓപ്ഷൻ ABCDയിൽ ഏതാ സിംഗുലർ വരുന്നത്, വാസ് ആണ് സിംഗുലർ. ഓക്കെ, വേർ എന്ന് പറയുന്നത് പ്ലൂറലാണ്, ആർ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ആർ ഒന്ന് പ്ലൂറൽ മാത്രമല്ല, ആ പ്രസൻറ്റ് ടെൻസിന് കൂടിയാണുള്ളത്. അപ്പോൾ ഇവിടെ ഏതാ വരിക, ആൻസറായിട്ട് വരിക വാസ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. അതേപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് ഐദർ, നൈദർ, ഈച്ച്, എവരി വൺ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഐദർ ഓഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും. ഈ ഒരു എവരിബഡി ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. എനിബഡി, സംവൺ എന്നുള്ള രീതിയിലൊക്കെ. ഇത് കഴിഞ്ഞ് വരുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിക്കോട്ടെ, മറന്നുകൊണ്ടേ. ഇനി ചിലതുണ്ടാവും 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം സ്റ്റുഡൻറ്റ് ആസ് വെൽ ആസ് ടീച്ചർ, അങ്ങനെ ആസ് വെൽ ആസ് വിത്ത്, എലോങ് വിത്ത് 2 സബ്ജക്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതേപോലെ കണക്ഷൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും ഫസ്റ്റ് കേട്ടോ, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, ഫസ്റ്റ് ഏതാണോ സബ്ജക്റ്റ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും വെർബ്. ഇപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഉപയോഗിക്കണം. ഓക്കെ, ഫസ്റ്റിൽത്താണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഇതിൽ ഫസ്റ്റ് സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറലാണ്.
ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലറാണ്. അപ്പോൾ ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതിൽ ഏത് കണക്ട് ചെയ്താലും ഫസ്റ്റ് സബ്ജക്റ്റിനെ വെച്ചിട്ടാണ് വെർബ് എഴുതേണ്ടത്. ഇപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള വെർബ് പ്ലൂറൽ ആയതുകൊണ്ട് എന്താ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചേഴ്സ്, ടീച്ചർ എന്താണ് ആർ. ഓക്കെ, ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ പ്ലൂറലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെർബ് എന്ത് ചെയ്യണം, പ്ലൂറലിലേക്ക് മാറ്റണം. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഡാഷ് ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. ദി ബനിയൻ അല്ലേ, ആ ബനിയൻ ട്രീ പ്രത്യേകമായിട്ട് എടുത്ത് പറയണം. ദ ബനിയൻ ട്രീ, ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. ഒക്കെ എടുത്ത് പറയണം. അത് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഒന്ന് ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട ഒരു കാര്യമാണ്. ദ വെക്കുന്ന കുറേ കൂടി എളുപ്പമാണ് നമുക്ക്. ഇനി ഇതിൽ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ആൻ എന്നുള്ളത് ഉപയോഗിക്കേണ്ട എപ്പോഴും എല്ലാവരും പഠിച്ചേക്കുന്നത് വൊവൽസിന് മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊവൽസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ യൂറോപ്യൻ ഈ എന്നുള്ളത് എന്താണ്, വൊവലാണ്. അതേപോലെ യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, ഓക്കെ, യൂണിയൻ, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൊവൽ ആണ്. പക്ഷെ സൗണ്ട് എന്തല്ല, വൊവലല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ ആർട്ടിക്കിൾ വരിക എ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെക്കേണ്ടത്, ഈ വേർഡ്സ് ഫുള്ളായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇതൊക്കെ എക്സെപ്ഷനാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താ ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ യൂറോപ്യൻ, യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, ഈ വേർഡൊക്കെ ഒരു കാറ്റഗറി ആയിട്ട് മനസ്സിലായിട്ട് വെക്കുക. എന്നിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സെപ്ഷനാണെന്ന് ഓർത്തോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എക്സെപ്ഷനാണെന്ന് ഓർത്ത് വെച്ചാൽ എങ്ങനെ കിട്ടും, ഇതിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വൊവൽസ് ആണുള്ളത്. പക്ഷേ എക്സെപ്ഷൻ ആയതുകൊണ്ട് എന്താ വരിക, എ ആണ് വരിക. ഓക്കെ, എ ആണ് വരിക. അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, തെറ്റിപ്പോൾ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അല്ലാത്തതൊക്കെ വൊവൽസ് വരുമ്പോൾ എന്ത് വരും, ഏന വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഇനി നോർമലി ഇവിടെ നോക്ക്, ദി ആൽപ്സ്, ദ ഹിമാലയസ്, ഈ മൗണ്ടൻ റേഞ്ചസ് ഉണ്ടല്ലോ, മൗണ്ടൻ റേഞ്ചസിനാണെങ്കിൽ ദി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വിളിക്കുക ദി ഹിമാലയസ്. പക്ഷെ ഒരു മൗണ്ടൻ മാത്രമല്ല. ഇപ്പോൾ ഹിമാലയത്തിലൊരു മൗണ്ടനാണ് എവറസ്റ്റ്. പക്ഷേ എവറസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ആർട്ടിക്കിളും കൊടുക്കില്ല, നോ ആർട്ടിക്കിളാണ്. ക്ലിയർ ആണ്. ഒരു ആർട്ടിക്കിൾ പോലെ എവറസ്റ്റ് എന്നുള്ളതിന് എന്ത് ചെയ്യില്ല, കൊടുക്കുക. അപ്പോൾ സിംഗിളായിട്ട് നിൽക്കുന്നത് സിംഗിൾ തന്നെ, അങ്ങനെ തന്നെയാണ് ഓർത്തൊക്കെ കേട്ടോ. സിംഗിളായിട്ട് നിൽക്കുന്നത് സിംഗിളായിട്ട് തന്നെ, ഒന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് മൗണ്ടൻ റേഞ്ചസ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ കൂട്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒപ്പം എന്തുണ്ടാവും, ദി ഉണ്ടാവും. ആ രീതിയിൽ എന്ത് ചെയ്യുക, അത് ഓർത്തോ. ഇനി 63, റിപ്പോർട്ട് ദ ഗിവൺ സെൻറ്റൻസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. റിപ്പോർട്ടർ സ്പീച്ച്, ഇത് റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഹീ സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ. He requested me to help him. ഇതിൽ റിപ്പോർട്ട് സ്പീച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം കിട്ടും ഇത്. കാരണം എന്നോട് എന്താണ് ഈ സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളത് അവൻ എന്നോട് സഹായിക്കാൻ ആവശ്യപ്പെട്ടു എന്ന രീതിയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഈ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം. കാരണം ഇതിൽ ഓരോന്നും എങ്ങനെയാണ് മാറുന്നത് കേട്ടോ, ഇതിലെങ്ങനെയാണ് ഓരോന്നിനും മാറ്റം വരുന്നത് എന്നുള്ള പറയുന്നത്. ഇപ്പം റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യുമ്പോൾ ഡയറക്ടർ സ്പീച്ചിലുള്ളത് മീ ആണെങ്കിൽ എന്തിലേക്ക് മാറും, ഹിമ്മിലേക്ക് മാറും. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്ടർ സ്പീച്ചിൽ ഇതിൽ ഓരോന്നും മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അറിയണം. ഓക്കെ, ഡയറക്ടർ സ്പീച്ചിൽ ഐ വന്നാൽ ഹി അല്ല ഷീ, അത് ഏതാണോ സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ട് മാറ്റണം. അവർ വന്നാലോ ദേർ, അവേഴ്സ് വന്നാലോ ദേഴ്സ്, വി വന്നാൽ ദേ, അസ്, ദം കേട്ടോ. ഓക്കെ, ഇത് ഓർത്ത് നോക്കണം. ഇത് കുറച്ച് പഠിക്കാനുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സിമ്പിളായിട്ട് കിട്ടും പെട്ടെന്ന്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെൻറ്റൻസ്. ഐ നോ ഹിം. ഇതിൻ്റെ പാസീവ് ഫോം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്റ്റീവ് ഫോമാണ് ഈ തന്നിരിക്കുന്നത് ഐ നോ ഹിം. എനിക്ക് അവനെ അറിയാം, അവനെ എനിക്കറിയാം എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. ഓക്കെ, ഹീ ഈസ് നോൺ ടു മീ. ഐ നോ ഹിം എന്നുള്ളത് ഹീ ഈസ്, അതായത് ഇതിൻ്റെ എന്താണ് സബ്ജക്റ്റ്, ഇത് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. ശരിക്കും നിങ്ങൾക്കറിയാം പാസീവ് ആക്റ്റീവിലേക്ക് മാറ്റുന്നത്. ആ രീതിയിലേക്ക് നോക്കിയാൽ മതി. ഹീ ഈസ് നോൺ ടു മീ. ഇനി 65 ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം വർക്കിംഗ് ഹാർഡ്. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്ത് ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. അല്ലേ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഇത് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടേംസ് ഒന്നും അതിലെന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ഐ ആം വർക്കിംഗ് ഹാർഡ് പോസിറ്റീവ് ആണ്, ഫുള്ളായിട്ട് ഇതിൽ പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണം. പക്ഷേ ഐ ആം എന്നുള്ളതിൻ്റെ എന്താ ആമിൻ്റെ ഐ എന്ന് ഒരിക്കലും കൊടുക്കില്ല. ഏത് മാത്രമേ കൊടുക്കൂ, ഏൺഡ് ഐ. ഓക്കെ, ഇതാണ് എപ്പോഴും വരിക. മറന്നുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. ഇത് എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കാറുണ്ട്. കൺഫ്യൂസിങ് ആര് ഫസ്റ്റ് ആ ഒരു ഓർഡർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണെന്നുള്ളത് വിട്ടുപോകും.
അപ്പോൾ ഈ ഐ ആം എന്നുള്ളതിൻ്റെ എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഏൺഡ് ഐ ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐ ആം നോട്ട് വന്നാലോ, ഇപ്പോൾ ഇങ്ങനെയാണ് ഐ ആം നോട്ട് വർക്കിംഗ് ഹാർഡ്, അങ്ങനെ വന്നാൽ ഒരു കുഴപ്പമില്ല. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളത് ഐ ആം ഐ എന്ന് എന്ത് ചെയ്യാം ഉപയോഗിക്കാം. ഐ ആം നോട്ട് വന്നാൽ കേട്ടോ ഐ ആം ഐ എന്ന് ഉപയോഗിക്കാം. പക്ഷേ ഐ ആം എന്ന് വന്നു കഴിഞ്ഞാൽ ആമിൻ്റെ ഐ അല്ല ഉപയോഗിക്കുന്നത്, ഏൺഡ് ഐ കേട്ടോ. ഇനി കോമൺ ആയിട്ട് ചോദിക്കുന്ന ലെറ്റസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലെറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക ലാസ്റ്റ് ഷാൾ വി കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റസ് സിങ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഷാൾ വിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതിൽ ദീസ് ദോസ് ഇതിങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്യൂ എവരിബഡി സമ്മൺ എനിബഡി എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഏതാണ് ഉണ്ടാവുക, ദേ, ക്വസ്റ്റ്യൻ ടാഗ് ദേ ആണ് ഉണ്ടാവുക. ക്ലിയർ? ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ഒന്നുമില്ല, സ്പെല്ലിംഗ് അറിയെങ്കിൽ കിട്ടും. ഇത് സ്പെല്ലിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ആ കൺഫ്യൂഷൻ വരുന്ന ഭാഗത്ത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ പ്രൊനൗൺസിയേഷൻ ഞാൻ മുന്നേ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ ഒരു കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന ഏതാണെന്നുള്ളത് നോക്കാം. പ്രൊനൗൺസിയേഷൻ ഏതാ, ഓപ്ഷൻ സി ആണ്. ആ ഡിവിഷൻ വെച്ചിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഡിവിഷൻ വെച്ച് പഠിച്ചില്ലെങ്കിൽ ഓപ്ഷൻ ABCD കാണുമ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂസിങ് ആവും. ഓക്കെ, ഇത് പഠിക്കുമ്പോഴേ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കത്തും. എല്ലാ വേർഡൊന്നും സ്പെല്ലിംഗ് ടെസ്റ്റിന് ചോദിക്കില്ല. അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇല്ലീഗൽ അടുത്ത് ചോദിക്കുന്നതാണ് ഇല്ലീഗൽ. ഓക്കെ, ഇതിൽ മെയിനായിട്ട് പ്രശ്നം വരുക എല്ലാണ്. അപ്പോൾ ഇല്ലീഗൽ കേട്ടോ, അതാണ് ഇല്ലീഗൽ. ഇനി മാഗ്നിഫിസെൻ്റ് ഓട്ടെ, ഇത് നോക്കണേ, ടി ആണ്, ഡി അല്ല. ഗ്രാമർ ഇപ്പം കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്, MAR. ഓക്കെ, ഇന്നോസെൻ്റ് എസ് അല്ല സി ആണ് കേട്ടോ. സെൻറ്റ് ഏകദേശം കിട്ടും. സെൻറ്റ് എന്നുള്ളത് നമ്മൾ സെൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ ഓർത്ത് വെച്ചാൽ ഇന്നോസെൻ്റ്. ക്യൂ ചോദിക്കാറുണ്ട് കേട്ടോ, QUE. ഓക്കെ, ക്യൂവിൽ നിൽക്കുന്നവർ ഏകദേശം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലെ തോന്നുന്നില്ല, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. UE തന്നെയാണ് ഈ വീണ്ടും വരുന്നത്. ഇനി വാക്വം ഉണ്ടോ, വാക്കു അം കേട്ടോ, ഇങ്ങനെ പഠിക്കണം, വാക്കു. ഇനി 67 എന്താ, ചൂസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഒക്യുപ്പേഷൻ. അതായത് ഏതെങ്കിലും ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ജോലിയിൽ ട്രെയിനിങ്ങിൽ പോകുന്ന ആളെ വിളിക്കുന്ന പേര് വൺ വേർഡാണ്. അതിനെ വിളിക്കുന്നത് എന്താ, അപ്രൻറ്റീസ് എന്നാണ് വിളിക്കുക. അപ്രൻറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവർ അപ്രൻറ്റീസിന് വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊന്ന് ഓർത്തു. ഇനി ഞാൻ ചോദിക്കാം, ഒന്ന് മാപ്പ് ഉണ്ടാക്കുന്നവർ വിളിക്കുന്ന പേരെന്താ, കാർട്ടോഗ്രാഫർ കേട്ടോ. കാർട്ടോഗ്രഫി എന്നൊക്കെ നിങ്ങൾ മാപ്പിനെ പറ്റിയുള്ള പഠനം പഠിച്ചിട്ടുണ്ടാവും, ഏകദേശം കിട്ടണ്ട. ജോഗ്രഫിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാപ്പിനെ പറ്റിയൊക്കെ കുറേ പഠിക്കില്ല, ആ സമയത്ത് ഒക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കേദരാതിലെ ഭൂപടങ്ങൾ എന്നൊക്കെ പഠിച്ചിട്ട്. ഇനി അടുത്തത്, എ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ബൈ 2 പാർട്ടീസ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. എന്ന് വെച്ചാൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിർപ്പിക്കുന്ന ഒരാളുണ്ട്, അവനാണ് ആർബിട്രേറ്റർ എന്ന് വിളിക്കുക. എപ്പോഴും ആർബിട്രേറ്ററെ കാണാൻ എവിടുന്ന് അറിയോ, ഒരു കളിയിൽ കാണും നിങ്ങൾ, ചെസ്സ് കളിയിലാണ്. ഇപ്പോൾ 2 കൂട്ടർ, മറ്റേ ആൾ ചെസ്സ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ മറ്റേ ആൾ വിളിക്കും ആർബിട്രേറ്റർ, ഇയാൾ ഇന്ന് മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത്. പിന്നെ കുട്ടികളെ ചെസ്സ് ഒക്കെ കളിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആർബിട്രേറ്റർ എന്ന് വിളിക്കുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആർബിട്രേറ്റർ ഓർത്തോ. ഇനി അടുത്തത്, എ പേഴ്സൺ ഹൂ ഹെയ്റ്റ്സ് വുമൺ, സ്ത്രീകളെ വെറുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണിത് മിസോജീനിസ്റ്റ് കേട്ടോ. ഇതിൽ ജീനിസ്റ്റ് എന്ന് വന്നാൽ അത് വുമണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേർഡാണ്. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിക്കണം. ഇനി മിസോ എന്ന് വന്നാൽ ഹെയ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. മിസാന്ത്രോപ്പ് എന്ന് വെച്ചാൽ എന്താ, മിസാന്ത്രോപ്പ് എന്ന് വെച്ചാൽ മനുഷ്യ വംശത്തെ വെറുക്കുന്ന ആൾ, മിസാന്ത്രോപ്പ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വളരെ അടിപൊളിയായിട്ടൊരു ബുക്കുണ്ട്, വേർഡ് പവർ മേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ എന്ത് ചെയ്യാം, നമുക്ക് ചാനലായിട്ട് ഞാൻ ചെയ്തു തരാം. അതിൽ ഇങ്ങനെ ഒരു ടേം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ പെട്ടെന്ന് കത്തും നമുക്ക്. ഇപ്പോൾ മിസോ എന്നുള്ളത് ഹെയ്റ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും, അത് വെച്ച് കുറേ വേർഡുകളുണ്ട്. അത് കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്, അതാണ് അതിൻ്റെ ഒരു രസം. ഇനി കില്ലിങ് ഓഫ് മദർ, അതും ഇതാണോ, മാട്രി എന്നുള്ളത് ഒക്കെ മദറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, മാട്രിസൈഡ്.
അതുപോലെ സൈഡ് എന്ന് വെച്ചാൽ കൊല്ലുക എന്നുമായിട്ട് ബന്ധപ്പെട്ട സൈഡ്. ഇപ്പോൾ സൂയിസൈഡ്, സ്വയം കൊല്ലുന്നതിനാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താ പാട്രിസൈഡ്, അച്ഛനെ കൊല്ലുന്നതിനെ വിളിക്കുന്നതാണ് പാട്രിസൈഡ്. ജീനോസൈഡ്, ഒരു വിഭാഗത്തിൽ തന്നെ കൊല്ലുന്നതാണ് ജീനോസൈഡ്. അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി കേട്ടിട്ടുണ്ടാവും. ഹോമിസൈഡ് എന്ന് വെച്ചാൽ കൊല്ലുക, നോർമലി കൊല്ലുന്നതിനെയാണ് പറയുക, വേറൊരു വ്യക്തിയെ കൊല്ലുന്നതിനാണ് ഹോമിസൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി 68, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം. താഴെ തന്നല്ല അണ്ടർലൈൻ ഒരു ഇഡിയം തന്നിട്ടുണ്ട്. എന്താ? വി ആർ പ്ലാനിങ് ടു സർപ്രൈസ് എ പാർട്ടി 4 hours ആണ്. ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. മിക്കവാറും ഈ ഇഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന വേർഡുമായിട്ടൊന്നും ഇതിനും ബന്ധം ഉണ്ടാവില്ല കേട്ടോ. കാറ്റുമായിട്ടും ബാഗുമായിട്ടും ഇതിനൊരു ബന്ധം ഉണ്ടാവില്ല. അതിപ്പോൾ ഓർത്ത് വെച്ചോട്ടോ. മിക്കവാറും ഒരു 99% കേസിലും അങ്ങനെയായിരിക്കും. തന്നിരിക്കുന്ന വേർഡുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷേ അതിന് കോമൺ ആയിട്ടൊരു അർത്ഥം ഉണ്ടാവും. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ ഒരു നമുക്ക് മിസ്റ്റേക്കൻലി ഒരു സീക്രട്ട് പറഞ്ഞു പോകും. ഓക്കെ, അബദ്ധവശാലും ഒരു സീക്രട്ട് പറഞ്ഞു പോകും. അതാണ് അത് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബോ. അതായത് ഇവർ കുട്ടിക്ക് എന്ത് ചെയ്യാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് അബദ്ധവശാൽ പറഞ്ഞു പോകണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇഡിയം വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പം കാറ്റ് ബാഗ് എന്ന് വരുന്ന ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒഴിവാക്കാം. അപ്പോൾ ഓപ്ഷൻ സി നോക്കിയാൽ വി ആർ ഗെറ്റിംഗ് എ കാറ്റ്, അതൊക്കെ ഒഴിവാക്കാം. ഇതും കാറ്റാണ്, ഒഴിവാക്കാം. മിക്കവാറും കേസിൽ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എന്താ? ഇഡിയം എ റയർ ഇവൻ്റാണ്. ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ വളരെ വിരളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂ മൂൺ എന്ന് പറയാം. അടുത്ത ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് വെച്ചാൽ കഴിഞ്ഞ പാസ്റ്റിൽ നടന്നുപോയ ഒരു കാര്യം, നമുക്കത് അതിനെപ്പറ്റി ഇങ്ങനെ വിഷമിക്കുക, റിഗ്രറ്റ് ചെയ്യാം. അങ്ങനെയാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്നുള്ളത്. അടുത്ത ഡാർക്ക് ഹോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സക്സസ്സിലേക്ക് വരുന്ന ഒരാൾ. അതുവരെ അയാളെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ പെട്ടെന്ന് ഒരു നാളെന്ത് ചെയ്യും, അയാൾ സക്സസ് ആവുകയാണ്. ഇപ്പോൾ PSC ഞാൻ പറഞ്ഞത്, PSC തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, ഒട്ടും അവിടെ ഒന്നും പെർഫോം ചെയ്യാത്ത ഒരാളുണ്ടാവും, പക്ഷേ അവസാന റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അയാൾ ടോപ്പിലായിരിക്കും. നമുക്ക് അയാൾ ഡാർക്ക് ഹോഴ്സ് എന്ന് വിളിക്കാം. എ ലിറ്റിൽ നോൺ പേഴ്സൺ ഹു അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കംസ് എ സക്സസ്ഫുൾ. ഇനി ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺയൂഷ്വൽ പേഴ്സൺ ആണ് ക്യൂർ ഫിഷ് കേട്ടോ. അതായത് ഒരു പിടിതരാത്ത ആൾ, എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ പറ്റി ക്യൂർ ഫിഷ്. അടുത്തത് സ്വാൻ സോങ്. ഇത് മുമ്പ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്വാൻ സോങ് ലാസ്റ്റ് പെർഫോമൻസിനെയാണ്, ഒരാളുടെ ലാസ്റ്റ് പെർഫോമൻസിനെ എന്ത് പറയാം, സ്വാൻ സോങ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ചില ആളുകളുണ്ടാവും ലാസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്, അത് അയാളുടെ സ്വാൻ സോങ് എന്ന് പറയാം, ലാസ്റ്റ് പെർഫോമൻസ്. 69, ചൂസ് ദ വേർഡ് വിച്ച് സ്യൂട്ട്സ് ബെസ്റ്റ്. ഐ ഓർഡേഡ് പൈനാപ്പിൾ പുഡിംഗ് ഫോർ. ഇത് കണ്ടോ, ഓപ്ഷൻ ABCയിൽ തന്നതൊക്കെ ഒരേപോലെ തോന്നിക്കുന്ന വേർഡാണ്, പക്ഷേ മീനിങ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ ഇത് ഡിസേർട്ട്, ഇതാണ് മരുഭൂമി കേട്ടോ, മരുഭൂമി. ഐ ഓർഡേഡ് എ പൈനാപ്പിൾ പുഡിംഗ് ഫോർ ഡെസേർട്ട്, ഇതാണ് ആൻസർ. ഓക്കെ, 69 നോക്കിക്കളയാം. 69 B ആണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഡിംഗ് ഡെസേർട്ട് എന്ന് പറയും, കഴിക്കുന്നത്. അതാണ് ഈ ഓപ്ഷൻ ബിയിലുള്ള ഡെസേർട്ട്. അത് ഓപ്ഷൻ എയിലുള്ളത് മരുഭൂമിയാണ് കേട്ടോ. ഇതേപോലെ വരുന്ന കുറേ ടേംസുകളുണ്ട്. ആക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആക്സെപ്റ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ആക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? എക്സെപ്ഷൻ അതിനുമായിട്ട് എക്സെപ്റ്റ് ഇന്നത്, അത് എക്സെപ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ PSCക്ക് ഇതൊക്കെ പഠിക്കണം. എക്സെപ്റ്റ് ആ കാര്യം, അത് പഠിക്കണ്ട, എക്സെപ്റ്റ് ആ കാര്യം. അപ്പോൾ അത് രണ്ടും കൂടി അർത്ഥം മാറിപ്പോകണം കേട്ടോ. ഇനി നോക്കിയാൽ അഡാപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അഡാപ്റ്റേഷൻ. ഒന്നുമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അഡാപ്റ്റ് ചെയ്ത് പോവാം. പിന്നെന്താ അഡപ്റ്റ് എന്ന് വെച്ചാൽ ഓർത്ത് വെച്ചോളാം. ഇത് കോമൺ ആയിട്ട് മീനിങ്ങിൽ ചോദിക്കാറുണ്ട്, ഈ അഡപ്റ്റ് എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ്. അഡപ്റ്റ് എന്ന് വെച്ചാൽ സ്കില്ലാണ്, അഡപ്റ്റ്. പിന്നെന്താ അഡോപ്റ്റ് ഏകദേശം നിങ്ങൾക്ക് കിട്ടും. അഡോപ്ഷൻ, എന്താ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ് തന്നെയാണ് അതിന് വേണ്ടത്, അഡോപ്ഷൻ. അടുത്തത് കൊളിഷനും കൊളൂഷനും. കൊളിഷൻ എന്ന് വെച്ചാൽ എന്താ? കൊളിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യുക, ഒന്നിച്ച് കൊളൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്രട്ട് എഗ്രിമെൻ്റ് ആണ് കേട്ടോ. സീക്രട്ട് എഗ്രിമെൻ്റ് ആണ് എന്ത് കൊലൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് ടു ലൊക്കേഷ്യസ് എന്നുള്ളത്. ഇതൊക്കെ കോമൺ ആയിട്ട് SSCക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്, ലൊക്കേഷ്യസ് ഒക്കെ വേണം.
ലൊക്കേഷൻസ് എന്നുള്ള വേർഡ് മീനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്. ആദ്യം ലൊക്കേഷൻസിൻ്റെ മീനിങ് എന്താണെന്നുള്ള മനസ്സിലാവണം. ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ലൊക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഹാവിങ് എ ടെൻഡൻസി ടു ടോക്ക് എ ലോട്ട്, അതെങ്ങനെ ഓർത്തൊക്കെ അറിയാം. ഇപ്പോൾ ഓരോ വ്യക്തിയോട് ഇപ്പോൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലൊക്കേഷൻ ചോദിക്കുവാണെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന സ്ഥലത്ത് പോയിട്ട് അന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയാൽ ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നന്നായിട്ട് സംസാരിക്കുന്ന ആളെ അന്ന് വിളിക്കാം ലൊക്കേഷസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒട്ടും സംസാരിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ ഏതാ വരും ഓപ്ഷൻ? റെറ്റിസെൻ്റ് കേട്ടോ. റെറ്റിസെൻ്റാണ് വരിക. ലൊക്കേഷൻ്റെ ഓപ്പോസിറ്റ് റെറ്റിസെൻ്റ്. റെറ്റിസെൻ്റ് എന്ന് വെച്ചാൽ എന്താ, വളരെ സംസാരം കുറഞ്ഞത്, റെറ്റിസെൻ്റ്. ഓപ്ഷൻ എ എന്താ, ലേബിലിറ്റി. ഇതൊക്കെ അറിയാമല്ലോ. ഇതിലെ ഈ വരുന്ന ഓപ്ഷൻസിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചു നോക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഏതൊക്കെ വേർഡ് മീനിങ് ഉണ്ടോ, സിനോണിം ഉണ്ടോ, ആൻറ്റോണിം ഉണ്ടോ ഒക്കെ എടുത്ത് പഠിക്കണം. കാരണം അതൊക്കെ PSCയുടെ കയ്യിലുള്ള ഓപ്ഷൻസ് ആണ്. അതൊക്കെ വരും എപ്പം വേണമെങ്കിൽ ചോദിക്കാം. ലേബിലിറ്റി എന്ന് പറഞ്ഞാൽ, ലേബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യതയാണ്. ഓക്കെ, ഇതൊരു ലേബിലിറ്റി ആണെന്ന് പറയില്ല. അപ്പോൾ അതൊരു ബാധ്യതയാണ്. റെലവൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും കാര്യങ്ങൾ, ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള അത് നിങ്ങൾക്ക് അറിയാം മീനിങ്. സ്റ്റൈൽ എന്താ, സ്റ്റൈൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു മീനിങ് സ്റ്റൈൽ. ഇപ്പോൾ ലൊക്കേഷൻസ് പറഞ്ഞു, പിന്നെ ഇതിൽ റെറ്റിസെൻ്റ് പറഞ്ഞു. സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴകിയ എന്നുള്ള അർത്ഥം. പഴകിയ സ്റ്റൈൽ, അതായത് ഇവിടെ എന്താ പറയുന്നത്, ഓൾഡ് ആൻഡ് നോട്ട് ഫ്രഷ്. ഓക്കെ, അതാണ് സ്റ്റൈൽ. യെസ്, ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, വന്നിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കണേ, ഓപ്ഷനിലുള്ളതൊക്കെ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൻ്റെ വേറെ തന്നെ മീനിങ് ഒക്കെ വൊക്കാബുലറി സെക്ഷൻ വേറെ തന്നെ എഴുതി വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാലേ എന്ത് ചെയ്യും, മൈൻഡിലേക്ക് വരും. ഓക്കെ, അടുത്ത പാട്ടിൽ നമുക്കിനി മലയാളം ഉള്ളത്. മലയാളം അടുത്തൊരു പാട്ടിൽ ചെയ്യാം. ഓക്കെ, ബൈ.